ഞാൻ എണീറ്റിട്ടിരിക്കണ ഇരിപ്പാണ്ടത് വേറെ ഒന്നല്ല ആലോചിച്ചിരിക്കണേ. ഇന്ന് തലയിൽ മെഴുക്കൊക്കെ തേച്ച് കുളിച്ചാലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഈ തലയത്തെ കെട്ടൊക്കെ കളഞ്ഞിരിക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും പണികളൊക്കെ വേഗം കഴിക്കണം. അപ്പോഴേക്കും തലയിൽ മെഴുക്കൊക്കെ തേച്ച് ആ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണികൾ കഴിയുകയും ചെയ്യും, നമ്മുടെ തലയിൽ മെഴുക്ക് പിടിക്കുകയും ചെയ്യും. അത് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം തന്നെ തലയിൽ മെഴുക്കൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വിചാരിച്ചത്. മെഴുക്കൊക്കെ തേച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ നമ്മുടെ പണികളിലേക്ക് കിടക്കൂട്ടോ. അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ നോക്കും. കാരണം വേറെ ഒന്നല്ല, ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, വേറെ ആരുമില്ല കേട്ടോ. ചേച്ചിയുടെ അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും മുന്നേക്ക് ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അവർ ചേച്ചീനെ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റംസാൻ്റെ അന്ന് വരാമെന്ന്. അവർക്ക് എല്ലാവർക്കും ലീവാണല്ലോ. അപ്പോൾ അന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അവർ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവർ വരുമ്പോഴേക്കും പണികളൊക്കെ കഴിക്കാൻ വിചാരിച്ചിട്ട് അടിച്ചു വാരലും തുടക്കലും എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവിച്ച അടുക്കളയിൽ ചിക്കൻ കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അമ്മ ഇന്നലെ വൈകുന്നേരം ചിക്കനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കറിയാക്കാനായിട്ട്. അപ്പോൾ അവൾ അത് വയ്ക്കായിരുന്നു. പിന്നെ ഞാൻ ഈ മുളക് കാണിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സൈസ് ഓഫ് മുളകില്ലേ, ആ മുളക് പാകിയിട്ടുണ്ടായതാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ വെറുതെ വീഡിയോയിൽ കാണിച്ചു എന്നുള്ളൂ. പിന്നെ ഞാനവിടെ എൻ്റെ തുടക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേക്കും നമ്മുടെ ദേവേച്ചിയുടെ ചിക്കൻ കറി ആയിട്ടുണ്ടായിരുന്നു. ദേവേച്ചി സ്പെഷ്യൽ ചിക്കൻ കറി, ചിക്കനും പിന്നെ ഇന്ന് മീനും വറുത്തതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോഴേക്കും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇരിപ്പായിട്ടാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആൾക്കാരൊക്കെ എത്തി. ഈ പറഞ്ഞ ചേച്ചിയും ചേച്ചിയുടെ ഉണ്ണിയും ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഞാൻ വീഡിയോ എടുത്ത് വരുമ്പോഴേക്കും അമ്മ കയറി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് അതെടുക്കാൻ പറ്റിയില്ല. ചേച്ചി പിന്നെ വെള്ളമൊക്കെ കലക്കി വെച്ചുകൊണ്ട് ഞാനത് വേഗം ഒഴിച്ച് അവർക്കൊക്കെ കൊടുത്തു കേട്ടോ. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഞാനും അച്ഛനും ഇപ്പോഴല്ലായിരുന്നു, ഞങ്ങളിവർ പോയതിന് ശേഷം ഇരുന്നു. അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണാത്തത്. അപ്പോൾ ഇവരൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ചിക്കൻ കറി, പിന്നെ ഫിഷ് ഫ്രൈ, മാങ്ങ ഉപ്പിലിട്ടത്, ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബായ്.